ധന്യ, നരേന്ദ്രമോദി സൗദി സന്ദർശിക്കുകയാണ്. ജിദ്ദയിലെത്തുന്നു, സൗദി കിരീടാവകാശിയുമായി സംസാരിക്കുന്നു. നിരവധി സുപ്രധാന കരാറുകൾ, വ്യവസായ നിക്ഷേപ കാര്യങ്ങളിലടക്കം വലിയ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് പറയുന്നു. എന്തൊക്കെയാണ് നമുക്ക് പ്രതീക്ഷയ്ക്കൊക്കെയുള്ള കാര്യങ്ങൾ? സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ഇവിടെ വന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കണ്ടിരുന്നു. എന്നിട്ട് അദ്ദേഹം പോയപ്പോൾ ക്ഷണിച്ചിട്ടും പോയതാണ്. അതിൻ്റെ ആ ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി 2 ദിവസത്തെ സന്ദർശനത്തിനായി സൗദിയിലെത്തുന്നത്. നമുക്കറിയാം, ഈ എപ്പോഴും BJP സർക്കാരിനെതിരെയുള്ള ഒരാക്ഷേപം, ഒരുപാട് ആക്ഷേപങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മുസ്ലിങ്ങളെ എപ്പോഴും BJP സർക്കാർ വിരോധത്തിലാണ് കാണുന്നത്. മുസ്ലിം ജനതയോട് എപ്പോഴും ഒരു ഒരു സ്വീകാര്യമായ നിലപാടല്ല സ്വീകരിക്കുന്നത്. അതുപോലെ തന്നെ മുസ്ലിം രാജ്യങ്ങളോടും നരേന്ദ്രമോദിക്ക് വലിയ അടുപ്പമില്ല എന്നുള്ള രീതിയിലാണ്. മറ്റ് വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നത് പോലെ മുസ്ലിം രാജ്യങ്ങൾ സന്ദർശിക്കാൻ അദ്ദേഹം തയ്യാറാകില്ല എന്നൊക്കെ ഉള്ള വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ അദ്ദേഹത്തിനെതിരെ പലപ്പോഴും പല ആളുകളും നമ്മുടെ സോഷ്യൽ മീഡിയ ഭാഷയിൽ പറഞ്ഞാൽ സുഡാപ്പികൾ ഉന്നയിക്കുന്ന കുറേ കാര്യങ്ങൾ അത്തരത്തിൽ പലതവണ വാർത്തയായൊക്കെ വന്നിട്ടുള്ളതാണ്. പക്ഷേ നരേന്ദ്രമോദി പലപ്പോഴും വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നത് പോലെ തന്നെയാണ് മിഡിൽ ഈസ്റ്റും സന്ദർശിക്കുന്നത്. ദുബായ് അടക്കമുള്ള സ്ഥലങ്ങളിൽ, സൗദിയിൽ, ഖത്തറിലൊക്കെ അദ്ദേഹം സന്ദർശനം നടത്തുന്നത് ഒരുപാട് പുതിയ മേഖലകളിലേക്ക് നിക്ഷേപം നടത്താനും ഒരുപാട് ആളുകൾക്ക് ജോലികൾ നൽകാനും ഒരുപാട് ഇന്ത്യക്കാർ നരേന്ദ്രമോദി അവിടെ എത്തുമ്പോൾ അവിടെ അഭിമാനിക്കപ്പെടുന്നത് ഓരോ ഇന്ത്യക്കാരനുമാണ്. ഇന്ത്യക്കാരന് ഇത്രത്തോളം വില മിഡിൽ ഈസ്റ്റിലൊക്കെ കിട്ടുന്നത് 2014 ശേഷമാണ്. എനിക്ക് തോന്നുന്നു ദുബായിലാണെന്ന് തോന്നുന്നു. 32 വർഷങ്ങൾക്ക് ശേഷമാണ് ആദ്യമായി ഒരു പ്രധാനമന്ത്രി ഒരു മിഡിൽ ഈസ്റ്റ് രാജ്യത്ത് എത്തുന്നത് എന്നുള്ള ഒക്കെ നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ്. അപ്പോൾ അങ്ങനെ ഒരു വേർതിരിവ്, ഇപ്പോൾ ക്രിസ്ത്യാനിയാണെന്നോ ബുദ്ധനാണെന്നോ പാഴ്സിയാണെന്നോ ഹിന്ദു ആണെന്നോ ക്രിസ്ത്യൻ ആണെന്നോ എന്നുള്ള ഒരു വേർതിരിവ് നരേന്ദ്രമോദിക്കില്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് അദ്ദേഹം ഈ മിഡിൽ ഈസ്റ്റ് പോലുള്ള രാജ്യങ്ങൾ സന്ദർശിക്കുകയും നമ്മുടെ കരാറുകളുമായി ബന്ധപ്പെട്ട് ഇത്തരം കാര്യങ്ങളിൽ ഏർപ്പെടുകയും അവിടെ നിക്ഷേപങ്ങൾ നടത്തുകയും സാമ്പത്തികമായുള്ള നിക്ഷേപങ്ങൾ നടത്തുകയും പല പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയൊക്കെ ചെയ്യുന്നത് ഇതിൻ്റെ കൂടി ഒരു മുന്നോടിയായിട്ടാണ്. അത് മനസ്സിലാക്കാതെ ഇവിടെ ഇരുന്ന് കുരുപൊട്ടുന്നവരോട് നമ്മൾ എത്ര ആവർത്തിച്ച് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. ഇപ്പം മുത്തലാഖ് ബില്ല് കൊണ്ടുവന്നു, മുസ്ലിമിലെ സ്ത്രീകൾക്ക് വേണ്ടി കൊണ്ടുവന്ന ഒരു ബില്ലാണ് മുത്തലാഖ് ബില്ല്. ഇപ്പോൾ വഖഫ് ഭേദഗതി ബില്ല് കൊണ്ട് അത് രാഷ്ട്രപതി ഒപ്പിട്ട് അത് നിയമമാക്കുകയും ചെയ്തു. അപ്പോൾ മുസ്ലിങ്ങൾക്ക് വേണ്ടി എൻ്റെ മുസ്ലിം പണ്ഡിതന്മാർ അദ്ദേഹത്തെ സന്ദർശിച്ച് നന്ദി അറിയിക്കുന്ന വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. അപ്പോൾ ഇതുപോലെ രാജ്യങ്ങൾ സന്ദർശിക്കുന്നത് ഇന്ത്യക്കും മറ്റ് രാജ്യങ്ങളുമായുള്ള സൗഹൃദം നിലനിർത്താനും നിക്ഷേപവും സാമ്പത്തികവുമായ നേട്ടങ്ങൾ ഉണ്ടാക്കുന്നതിനും ഒക്കെ വേണ്ടിയിട്ടാണ്. ഇത് മനസ്സിലാക്കാതെ ഇവിടെ കിടന്ന് തുള്ളുന്നവരോടൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളതാണ്. ഇത് 2 ദിവസത്തെ സന്ദർശനത്തിനായാണ് സൗദി അറേബ്യയിൽ നരേന്ദ്രമോദി എത്തുന്നത്. ഏപ്രിൽ 22, 23 തീയതികളിലാണ് മോദി ജിദ്ദയിൽ ഉണ്ടാകും. 3-ാം തവണയാണ് നരേന്ദ്രമോദി സൗദിയിലെത്തുന്നത്. ആദ്യം 2 തവണ പ്രധാനമന്ത്രി ആയപ്പോഴും മോദി സൗദി സന്ദർശിച്ചിരുന്നു. 3-ാം തവണ പ്രധാനമന്ത്രിയായ ശേഷമുള്ള മോദിയുടെ ആദ്യ സൗദി സന്ദർശനമാണിത്. ഈ സന്ദർശനത്തിൽ ഇന്ത്യ സൗദി സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് കൗൺസിലിന്റെ 2-ാം മീറ്റിംഗിൽ ഇരു രാഷ്ട്ര നേതാക്കളും പങ്കെടുക്കും. സാമ്പത്തിക സഹകരണം ശക്തിപ്പെടുത്തുകയാണ് സൗദിയുടെ ലക്ഷ്യം. ഊർജം, പ്രതിരോധം, വ്യാപാരം, അടിസ്ഥാന സൗകര്യം തുടങ്ങിയ മേഖലകളിൽ സുപ്രധാന കരാറിൽ ഒപ്പിടുമെന്നാണ് സൂചന. ഇതെല്ലാം നമുക്കും കൂടി വേണ്ടപ്പെട്ട മേഖലകളാണ്, നമുക്കും കൂടി ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഊർജം, പ്രതിരോധം, വ്യാപാരം, അടിസ്ഥാന സൗകര്യം തുടങ്ങിയ മേഖലകളിലുള്ള സുപ്രധാന കരാറുകളിൽ ഒപ്പിടും. ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് വ്യവസായ ഇടനാഴി പുരോഗതിയും ചർച്ചയായേക്കും. സൗദിയിൽ ഇന്ത്യൻ കമ്പനികൾക്ക് നിക്ഷേപ അവസരം വർദ്ധിപ്പിക്കുവാനും ഈ സന്ദർശനത്തിലൂടെ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. 2023 സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ ഇന്ത്യ സന്ദർശിച്ചിരുന്നു. അതിന്റെ തുടർച്ചയായാണ് മോദിയുടെ ഇത്തവണത്തെ സൗദി സന്ദർശനം. ഹജ്ജ് ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ഉഭയകക്ഷി വിഷയമാണെന്നും അതിനാൽ ഇക്കാര്യത്തിൽ ചർച്ച പ്രധാനമന്ത്രിയുടെ സന്ദർശന വേളയിൽ ഉണ്ടാകുമെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി അറിയിച്ചിട്ടുണ്ട്. സ്വകാര്യ ടൂർ ഓപ്പറേറ്റർമാർ വഴി 10,000 പേരെ അനുവദിക്കാമെന്നും സൗദി നിലവിൽ അറിയിച്ചതായി വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കുന്നുണ്ട്. ഇന്ത്യക്ക് സൗദി അറേബ്യ ഇത്തവണ അനുവദിച്ചിരിക്കുന്ന ഹജ്ജ് കോട്ട 1,75,000 ഇതിൽ സർക്കാർ കോട്ട വഴി പോകുന്ന 1,22,000 പേരുടെ യാത്രയ്ക്ക് നടപടികൾ പൂർത്തിയാക്കി കഴിഞ്ഞു. എന്നാൽ സ്വകാര്യ ടൂർ ഓപ്പറേറ്റർമാർക്ക് 52,000 പേരെ കൊണ്ടുപോകാൻ അനുമതി ഉണ്ടായിരുന്നെങ്കിലും സൗദിയിലെ സൗകര്യങ്ങൾ ബുക്ക് ചെയ്യുന്നത് അടക്കമുള്ള നടപടികൾ പൂർത്തിയാകാത്തതിനാൽ ഇത് റദ്ദാക്കുകയായിരുന്നു. നേരത്തെ തന്നെ ശക്തമായ ഇന്ത്യ സൗദി അറേബ്യ ബന്ധം കൂടുതൽ മെച്ചപ്പെടുത്താൻ അവസരമൊരുക്കുന്നതാണ് മോദിയുടെ സന്ദർശനം.
പ്രവാസികൾക്ക് ഗുണകരമാകുന്ന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഇന്ത്യ ഇതുപോലുള്ള രാജ്യങ്ങളിൽ സന്ദർശിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്നത് പ്രവാസികളാണ്. അപ്പോൾ ആ പ്രവാസികൾക്ക് നേട്ടമുണ്ടാകുന്ന ഏതൊക്കെ മേഖലകളിലുള്ള ബന്ധമായിരിക്കും സൗദി അറേബ്യ ഇന്ത്യയും തമ്മിൽ ഉണ്ടാക്കാൻ പോകുന്നത്, കരാറുകൾ ഏതൊക്കെ തരത്തിലായിരിക്കും എന്നുള്ളതാണ് ചർച്ച ചെയ്യുന്നത്. എന്ത് തോന്നുന്നു മോദിയുടെ സന്ദർശനം? മോദിയുടെ ഈ വിദേശ സന്ദർശനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു കണക്ഷൻ രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാക്കും. അതിനപ്പുറത്തേക്ക് ഇന്ത്യക്ക് ഉണ്ടാകുന്ന സ്വീകാര്യത, അതിൻ്റെ വർധനവ്, രണ്ടാമത് ആഗോളതലത്തിൽ ഇന്ത്യ എടുക്കുന്ന നിലപാടുകൾക്കുള്ള പിന്തുണ, ഇത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പണ്ട് ഒന്നാം NDA സർക്കാർ വന്നപ്പോൾ മോദി അധികാരത്തിലെത്തി ആദ്യ നാളുകളിലൊക്കെ ആദ്യത്തെ കുറച്ച് വർഷങ്ങളിലൊക്കെ വലിയ വിമർശനമായിരുന്നു മോദിയുടെ വിദേശ സന്ദർശനത്തിനോട്. എല്ലാ രാജ്യത്തിലും പോകുന്നുണ്ട്, ഏതെങ്കിലും രാജ്യം ഉണ്ടാവും എന്നറിഞ്ഞു കഴിഞ്ഞാൽ അവിടെ കറങ്ങാൻ പോകുന്ന അവിടെ പോകും. പക്ഷേ അത് UN-ലേക്ക് ഒരു പ്രശ്നം ഇന്ത്യക്കെതിരെ വന്നാൽ അവിടെയെല്ലാം ഈ രാജ്യങ്ങളുടെ വലിയ പിന്തുണയാണ് ഇന്ത്യക്ക് കിട്ടുന്നത്. ഏത് കാര്യത്തിനകത്തും തീവ്രവാദ വിരുദ്ധ നിലപാടുകളിലൊക്കെ സൗദി പോലും ഇന്ത്യയോട് പറയുന്നുണ്ട്, തീവ്രവാദത്തിനെതിരെ നിങ്ങൾ പോരാടുമ്പോൾ ഒപ്പോൾ ഞങ്ങൾ ഉണ്ടാകുമെന്ന്. പാകിസ്ഥാനല്ല പിന്തുണ കിട്ടുന്നത്, ഇന്ത്യക്കാണ് പിന്തുണ കിട്ടുന്നതാണ്. അപ്പം അത്രയേറെ കണ്ട് ഭാരതത്തിൻ്റെ മുന്നേറ്റത്തിന് വഴിയൊരുക്കുകയാണ് ഈ പറയുന്ന വിദേശ നയം. നമ്മുടെ വിദേശ നയത്തിനകത്ത് വലിയ പരിഷ്കാരം വന്നിട്ടുണ്ട്. അതായത് കോൺഗ്രസിൻ്റെ കോൺഗ്രസ് ഭരിച്ചിരുന്നപ്പോഴുള്ള ഇന്ത്യയുടെ വിദേശ നയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒരു പീകോക്ക് ഫോറിൻ പോളിസി ആയിരുന്നു. മയിലിനെ പോലത്തെ ഒരു പോളിസി അങ്ങനെയാണ് കണക്കാക്കിയിരുന്നത്, വളരെ സോഫ്റ്റ് ആയിരുന്നു. പക്ഷേ ഇന്ത്യ ഇന്ന് അങ്ങനെയല്ല, അതിനൊരു ടൈഗർ പോളിസി ഉണ്ട്. ഇന്ത്യയുടെ ബംഗാൾ ടൈഗറിൻ്റെ കരുത്ത് ഇന്ത്യയുടെ ഫോറിൻ പോളിസിയിൽ ദൃഢമായിട്ട് കാണാൻ കഴിയുന്നുണ്ട് നമുക്ക്. അപ്പോൾ ചൈനയുടെ വ്യാളിയായിട്ടാണ് ഡ്രാഗൺ പോളിസി ആയിട്ടാണ് അവരൊക്കെ. അപ്പോൾ അതുപോലെ ഇന്ത്യ അത്രയും സജ്ജമായിട്ടുള്ള കരുത്തുള്ള ഒരു വിദേശ നയം ഉണ്ടാവുകയും അത്രയും നല്ല വിദേശകാര്യ മന്ത്രി S ജയശങ്കറിനെ പോലെ അതിവിദഗ്ധനായിട്ടുള്ള ഒരു വിദേശകാര്യ മന്ത്രിയും നമുക്കുണ്ടായിരിക്കുകയും ചെയ്യുമ്പോൾ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ഇത്തരം ബന്ധങ്ങൾ, രാജ്യാന്തര ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുന്നതിനും അത് നിരന്തരമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും വലിയ കരുത്താണ് പ്രധാനമന്ത്രി പകരുന്നത്. നമുക്ക് ഈ സൗദിയുടെ കാര്യം തന്നെ എടുക്കാം. സൗദിയുമായിട്ടുണ്ടാകുന്ന ബന്ധങ്ങളിൽ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തോന്നുന്നത് ഊർജ കാര്യങ്ങളിൽ ഉണ്ടാകുന്ന വലിയ പുരോഗതിയാണ്. കാരണം നമുക്ക് അവിടെ നിന്ന് ഇന്ധനം ലഭിക്കും, മറ്റ് മേഖലയിൽ ഊർജ്ജ മേഖലയിലുള്ള സഹകരണം, പിന്നെ അതുപോലെ തന്നെ സൗദിയുമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് പാർട്ട്ണർഷിപ്പ്. അതായത് വെസ്റ്റ് ഏഷ്യയിൽ അതായത് പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയൊരു പ്ലെയറാണ് സൗദി എന്ന് പറയുന്നത്, അമേരിക്കയുടെ ഏറ്റവും അടുത്ത സുഹൃത്ത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇന്ത്യ, അമേരിക്ക, സൗദി ഇങ്ങനെ വരുന്ന ഒരു വലിയ റിലേഷനുണ്ട് ആ രാജ്യങ്ങളുമായിട്ട്. അപ്പോൾ സൗദിയുമായിട്ടെന്നും ഒരു ഉത്തമമായ ബന്ധം ഇന്ത്യക്ക് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് അറബ് രാജ്യങ്ങളിൽ, അറബ് മേഖലയിലുള്ള വലിയ സ്വീകാര്യതയ്ക്ക് കാരണമാകും. ഇന്ത്യയുടെ പുരോഗതി അത് സ്വാധീനിക്കും. മറ്റ് പ്രശ്നങ്ങളിൽ ഇന്ത്യക്ക് ഒപ്പം നിൽക്കാൻ ഈ രാജ്യങ്ങൾക്ക് പ്രേരണയുമാകും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ സന്ദർശനം ഏറെ നിർണായകമാണ്, ഇന്ത്യക്ക് വളരെ വിലപ്പെട്ടതുമാണ്. തീർച്ചയായിട്ടും.